ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസ് ക്രിസ്മസ് എക്സാമിൻ്റെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഓൾറെഡി 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. A+ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നേടാം. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് മൊത്തം 15 മാർക്കാണ് നിങ്ങൾക്ക് ഇവിടുന്ന് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുക. 5 ചോദ്യങ്ങളാണ് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ മൊത്തം നമുക്ക് 6 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ 3 മാർക്കിൻ്റെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഏതാണ് മക്കളെ ചാപ്റ്റർ? 2ാമത്തെ ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ്? ദ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഈച്ച് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒരു സമയത്ത് സ്വീകരിക്കാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ് ഉണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള കൺഫ്യൂഷൻസിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ പേരാണ് എന്ത്? യൂണിറ്റി ഓഫ് കമാൻഡ്. കമാൻഡ് കൊടുക്കുന്നതിൽ എന്ത് വേണം? യൂണിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് 3 മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. റെഡിയല്ലേ? ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ടേം ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസിങ്ങിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ എന്താണ് ഡെലിഗേഷൻ അല്ലെങ്കിൽ ഡെലിഗേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അസൈനിങ് വർക്ക്സ് ടു അതേഴ്സ് ആൻഡ് ഗീവിങ് ദം അതോറിറ്റി ടു ഡു. മറ്റുള്ളവർക്ക്, നമ്മുടെ ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ്സിനൊക്കെ ജോലി ചെയ്യാനുള്ള എന്ത് കൊടുക്കുക? വർക്ക് കൊടുക്കുക. എന്നിട്ട് അത് ചെയ്യാൻ അവർക്ക് എന്തും കൂടി കൊടുക്കുക? അതിനുള്ള അതോറിറ്റിയും കൂടി കൊടുക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെലിഗേഷൻ. ഇപ്പോൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റിയാണ് ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. അതായത് സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്ക് ഡൗൺവേർഡായിട്ട് അതോറിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിഗേഷൻ്റെ മീനിങ് ഈ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് തീർച്ചയായും കിട്ടും. ഡെലിഗേഷനാണ് ആക്ച്വലി ഫ്യൂച്ചർ മാനേജേഴ്സിനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി മാനേജേഴ്സിന് അവരുടെ വർക്ക് ലോഡൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും സാധിക്കും. ഇങ്ങനെയാണ് ഡെലിഗേഷന് മീനിങ് എഴുതേണ്ടത്. അപ്പോൾ ഡെലിഗേഷന് മീനിങ് ഈ ഒരു അർത്ഥമൊക്കെ വരുന്ന രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ചാപ്റ്റർ വരുന്നത് 5ാമത്തെ ചാപ്റ്ററാണ്. ബുദ്ധിമുട്ടുള്ളവരൊന്ന് നോക്കി വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഏതാണ് ചാപ്റ്റർ മക്കളെ? 6ാമത്തെ ചാപ്റ്ററാണ്, സ്റ്റാഫിംഗ് ആണ്. അതിൽ നമുക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ് എന്ത്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ആക്ച്വൽ വർക്ക് പ്ലേസ് എന്ത് ചെയ്യാണ്? ക്രിയേറ്റ് ചെയ്യാണ്. കൃത്രിമമായിട്ട് ക്ലാസ് റൂമിൽ ആക്ച്വൽ വർക്ക് പ്ലേസ് എന്ത് ചെയ്യാണ്? ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എംപ്ലോയീസ് ആ ഓഫീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെയിം മെറ്റീരിയൽസും എക്യുപ്മെൻറ്റ്സും തന്നെയായിരിക്കും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ ഓഫീസ് സിറ്റുവേഷന് അല്ലെങ്കിൽ വർക്ക് സിറ്റുവേഷൻ ആർട്ടിഫിഷ്യലായിട്ട് ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ജോലി പഠിച്ചെടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് വിളിക്കുന്നത്. ഇതെന്ത് മെത്തേഡാണ്? ഇതൊരു ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. ഈ രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ 3 മാർക്ക് തീർച്ചയായും കിട്ടും. റെഡിയല്ലേ? ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ വേറെ തന്നെ ഒരു വേർഷനാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ എന്താ ഡിഫറൻസ് എന്ന്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിക്കുന്നത്, ലേണിംഗ് വൈൽ ഡൂയിങ് ആണ്. എന്നാൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ജോലി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചെടുക്കും. ക്ലാസ് റൂമിലൊക്കെ വെച്ച് നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്. ഇനി ഓൺ ദ ജോബ് ട്രെയിനിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്ലേസ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് വർക്ക് പ്ലേസിൽ തന്നെയായിരിക്കും. നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ തന്നെയായിരിക്കും നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് നടത്തുന്നത്. ഓഫ് ദ ജോബ് ട്രെയിനിങ് വർക്ക് പ്ലേസിൽ നിന്ന് പുറത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ. 2, ഇൻസ്ട്രക്ടർ. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഇൻസ്ട്രക്ടർ സുപ്പീരിയേഴ്സ് ആയിരിക്കും. ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് ആ മേഖലയിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഒരു 3 പോയിൻ്റൊക്കെ ഡിഫറൻസ് എഴുതുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കറക്റ്റായിട്ടുള്ള 3 മാർക്കും കിട്ടും.
അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ ടേം കൺട്രോൾ ബൈ എക്സെപ്ഷൻ. ഇതിനെ തന്നെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലാണ് അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ളവർക്ക് കൊടുക്കണം. ഓക്കെ, സോ ഈ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനേജേഴ്സ് അറ്റൻഷൻ വിൽ ബി ഫോക്കസ്ഡ് ഓൺ ഓൺലി ദോസ് ഏരിയാസ് നീഡ് ഓഫ് ആക്ഷൻ വേണ്ട സ്ഥലങ്ങളിലാണ് മാനേജേഴ്സ് കൂടുതലായിട്ടും അവരുടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇഫ് ദ പേഴ്സണൽ ആർ പെർഫോമിങ് ആസ് എക്സ്പെക്റ്റഡ്, ദ മാനേജർ വിൽ ടേക്ക് നോ ആക്ഷൻ. നമ്മൾ എന്ത് ചെയ്യണം, അത് ബാക്കിയുള്ളവർ നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ കൊടുക്കുക, ഡെലിഗേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുക. അപ്പം മാനേജ്മെൻറ്റ് എവിടെ മാത്രമേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ മാനേജേഴ്സ് ശ്രദ്ധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, അല്ലെങ്കിൽ എന്ന് വിളിക്കാറുണ്ട് കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, എന്താണ്, മാനേജേഴ്സ് ഇൻ്റർവീൻ ഓൺലി വെൻ ദെയർ എംപ്ലോയീസ് ഫെയിൽസ് ടു മീറ്റ് ദെയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഓർ വെൻ തിങ്സ് ഗോ റോങ്. അതായത് എംപ്ലോയീസിന് എന്ത് കൊടുത്തിട്ടുണ്ട്, ചില വർക്ക്സ് കൊടുത്തിട്ടുണ്ട്, അവരത് കൃത്യമായി ചെയ്യണം. അഥവാ അവരത് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ മാത്രമേ മാനേജേഴ്സ് ആ ജോലി ചെയ്യാൻ പാടുള്ളൂ. എല്ലാ ജോലിയും കൂടി മാനേജേഴ്സ് ചെയ്യരുത്. അവർ സ്ഥാപനത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധ കൊടുക്കാൻ പാടുള്ളൂ. മാനേജേഴ്സിൻ്റെ സമയത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും അവർ എന്ത് പോകരുത്, ഫോക്കസ് കൊടുത്ത് അവരുടെ സമയത്തിൻ്റെ വാല്യൂ കളയരുത്. അവർ കൂടുതലും സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, പോളിസി ഫോർമുലേഷനും അതിൻ്റെ എക്സിക്യൂഷനൊക്കെ ആയിരിക്കണം അവർ ചെയ്യേണ്ടത്. ഇതിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ചോദ്യങ്ങൾ ഈ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കും നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഈ സെഷനിൽ 3 മാർക്കിൻ്റെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? 2 ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് മക്കളെ വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദാറ്റ് പാർട്ട് ഓഫ് ഫേംസ് ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ഫൈനാൻസിങ് ഷോർട്ട് ടേം ഓർ കറണ്ട് അസറ്റ്സ് സച്ച് ആസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഡെറ്റേഴ്സ് ആൻഡ് ഇൻവെൻട്രീസ്. അതായത് സ്ഥാപനത്തിൻ്റെ ഷോർട്ട് ടേം ആയിട്ടുള്ള റിക്വയർമെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാണ് എന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡേ ടു ഡേ എക്സ്പെൻസുകളും കറണ്ട് അസറ്റ്സിലൊക്കെയാണ് അത് കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഫണ്ട് thus invested in current assets keep revolving fast and are consistently converted into cash, and this cash flow again in exchange for other current assets. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമാണ് വീണ്ടും നമുക്ക് മറ്റ് കറണ്ട് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണമായിട്ട് വരുന്നത്. ക്ലിയർ? ഇനി എന്തൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ, നേച്ചർ ഓഫ് ബിസിനസ്, സീസണൽ ഫാക്ടേഴ്സ്, ക്രെഡിറ്റ് അവൈൽ, ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, സെയിൽ ഓഫ് ഓപ്പറേഷൻ, ടെക്നോളജി ആൻഡ് പ്രൊഡക്ഷൻ സൈക്കിൾ, ഓപ്പറേഷൻ എഫിഷ്യൻസി, ഇൻഫ്ലേഷൻ, ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻ, ക്രെഡിറ്റ് അലൗഡ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ഗ്രോത്ത് പ്രോസ്പെക്ട്സ്. ഇതെല്ലാം തന്നെ എന്താണ്, ഒരു സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു 3-4 പോയിൻ്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. റെഡി അല്ലേ? അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വന്നിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.